ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? തുടങ്ങാന്ന് പറഞ്ഞിരുന്നു, പിന്നൊന്നും കേട്ടില്ല. ഓക്കെ. ആർക്കും കേൾക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഇല്ല. ഇല്ലില്ല. ഇല്ല. കേൾക്കുന്നില്ല. ക്ലിയറായി മേഡത്തിനൊരു ക്ലാസ്. കേൾക്കണില്ലല്ലോ. മാം ലെഫ്റ്റ് ആയി പോയാ? മാമിന്റെ ഇതിലില്ലെന്ന് സിം തോന്നുന്നല്ലോ പോകുന്നു, മാം. കാണുന്നില്ല മാമിനെ. എല്ലാരും നോട്ടൊക്കെ എഴുതി റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്തോ? റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല ഇല്ല. ഒന്നും പറയുന്നില്ലല്ലോ. മിസ് ലെഫ്റ്റ് ആയി പോയെന്ന് തോന്നണല്ലേ? ഇതിലില്ലെന്ന് തോന്നുന്നു. ഈ മാമിന്റെ വീട് എവിടെ? ഈ മാമിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലല്ലോ, പേര് മാത്രല്ലേ പറഞ്ഞുള്ളൂ. നമ്മളെ മോണ്ടിസോറി ഗ്രൂപ്പിൽ ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്?
ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കണ്ടോ? ഇല്ല. കേൾക്കുന്നില്ല. ഇല്ല മാം, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. കേൾക്കാമോ? ഇപ്പൊ കേക്കാം. കേക്കാം മാം. കേക്കാം മാം. ഓക്കെ ഓക്കെ. നമ്മുടെ 15 മിനിറ്റ്സ് നഷ്ടപ്പെട്ടു പോയല്ലേ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ക്ലിയർ ആയെന്ന് പ്രിപ്പയർ ചെയ്തേക്കണേ. ഹലോ മാം, ഞാൻ ചൊല്ലാം. ഓക്കെ വെരി. Dear God, please keep me happy today. Help me to be bright, cheerful and gay. Help me to do the things you want me to be to others kind and good. My parents, teachers and friends do bless and keep us all in happiness. And keep us all in happiness. ഓക്കെ ഹിമ, ഒരു 9-10 വരെ ഇരിക്കുന്നതിൽ കുഴപ്പമുണ്ടെന്ന്. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് ഈ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആവും. ഓക്കെ ഓക്കെ മിസ്. യൂണിറ്റ് കംപ്ലീറ്റ് ആവും. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഞാൻ വായിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായിച്ചു നോക്കിയായിരുന്നോ? ലിജി, ദീപ്തി, രേഷ്മ, ഈ യൂണിറ്റ് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കി. ഓക്കെ ഓക്കെ. നമ്മൾ ഇത്രയും ദിവസം എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഒന്ന് പറയാവോ?
ഇനി വളരെ കുറച്ചേ ഉള്ളൂ നമുക്കിത് എടുക്കാനായിട്ട്. നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? ദീപ്തി, സ്കൂളിനെ പറ്റി പഠിച്ചു, സ്റ്റാർട്ട് ചെയ്ത് ഏതാന്ന്. മറ്റേ സോഫിയക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്ത് നോക്കണം കേട്ടോ സോഫിയ, ക്ലാസ്സിൽ കയറുന്നതിന് മുൻപായിട്ട്. ഓക്കെ, ദീപ്തി കണ്ടിന്യൂ ചെയ്തോളൂ. യെസ് മാം. എന്തൊക്കെ പഠിച്ചു ഇതുവരെ? നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മള് മരിയ മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞു. അവര് എങ്ങനെയാണ് ഇതിക്ക് വന്നതെന്നും പിന്നെ ഏത് വർഷമാണെന്നും പിന്നെ കുട്ടികളുടെ ഓരോ കുട്ടികളിൽ വരുത്തുന്ന നമ്മൾ ഒരു ടീച്ചർ ആവുമ്പോൾ കുട്ടികളോട് എങ്ങനെ പെരുമാറേണ്ട ഇതൊക്കെ. പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ പഠിച്ചില്ലേ? എത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നൽകണം? അതെ. പിന്നെ രേഷ്മ പറയൂ. രേഷ്മ, രാഖി, സ്കൂളെ പഠിച്ചു, മരിയ മോണ്ടിസോറി ഫൗണ്ട് ചെയ്ത സ്കൂളിന്റെ പേര് പഠിച്ചു, കാസ ഡി ബാംബിനി എന്ന് പറയും. കാസ ഡി ബാംബിനി. പിന്നെ മീനിങ് ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്നാണ്, അത് പഠിച്ചു. പിന്നെ ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണെന്ന് പഠിച്ചു. എഡ്യൂക്കേറ്റർ ആണ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ പറഞ്ഞു. ലവ് ആൻഡ് റെപ്യൂട്ടേഷൻ, ലവ് ഓഫ് ഓർഡർ, പിന്നെ ഫ്രീഡം ഓഫ് ചോയ്സ്, ലവ് ഓഫ് കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? നോ നീഡ് ഫോർ പണിഷ്മെന്റ് ആൻഡ് റിവാർഡ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നോ? ഇല്ല, അല്ല പോയിന്റ് പറഞ്ഞു. വായിച്ചത്. ഓക്കെ. പിന്നെ അത് ഓരോ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, കുട്ടികൾക്ക് എങ്ങനെയൊക്കെ ഓരോ ഗെയിമിന്റെ കാര്യം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കുറെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ മാം. പിന്നെ അതെ, ഓട്ടോ ഡെവലപ്മെന്റിന്റെ കുട്ടികളുടെ ഇന്റേണൽ ഡെവലപ്മെന്റിനെ കുറിച്ചും പറഞ്ഞു അല്ലേ? Then അഞ്ജു, യെസ് മാം. പറഞ്ഞോളൂ. നമ്മള് ആക്ടിവിറ്റികൾ കൊടുക്കുന്നത് അവരുടെ കോൺസെൻട്രേഷനും ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷനും ഒക്കെ ഉള്ള കുറച്ച് ആക്ടിവിറ്റികൾ കൊടുക്കുക, പ്ലേ കൊടുക്കുക, അതുപോലെ സോർട്ടിങ്. ഓരോന്നിനും പ്രത്യേകതരം ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? എല്ലാ ആക്ടിവിറ്റീസും എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുമോ? ഇല്ല, സെപ്പറേറ്റ് ആക്ടിവിറ്റികളുണ്ട്. ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? പോറിംഗ് വാട്ടർ ആകുമ്പോ കോൺസെൻട്രേഷൻ, അതുപോലെ ഹാൻഡിന്റെ ഹോൾഡ് ചെയ്യാനൊക്കെ ആയിട്ട് അവരെ സഹായിക്കും. അങ്ങനെ സെപ്പറേറ്റ് ആക്ടിവിറ്റി ആകുമ്പോ നമുക്ക് അവർക്ക് പെൻ ഹോൾഡ് ചെയ്യാനും അങ്ങനെ കോൺസെൻട്രേഷൻ ഒക്കെ ആയിട്ട് സഹായിക്കും. കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫ്രീഡത്തിന്റെ പറഞ്ഞായിരുന്നു അല്ലേ? ഇൻഡിപെൻഡന്റ് ആക്കണം അവരുടെ. നമുക്കിപ്പോ ഷൂ ലൈസ് കെട്ടുക, അതുപോലെ ഷർട്ടിന്റെ ബട്ടൺസ് ഇടുക, അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ആക്ടിവിറ്റികളാണ് അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഭക്ഷണം കഴിച്ച ആ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവയ്ക്കണം, അതൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ അവർക്ക് ഡ്രസ് ചെയ്യുക, തന്നെ ചെരുപ്പ് ഇടുക, അവരുടേതായ സാധനങ്ങള് തന്നെ ഇൻഡിപെൻഡന്റ് ആക്കുക, അതാണ് വേണ്ടത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. എന്താ അഞ്ജു? ഇല്ല മാം, ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്താ നിങ്ങളുടെ അഭിപ്രായം? നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്, കുട്ടികൾക്ക് പണിഷ്മെന്റും റിവാർഡും ഒന്നും കൊടുക്കണ്ടെന്ന്. എന്താണ്, ശരിയാണോ? റിവാർഡ് കൊടുത്താലല്ലേ പിന്നെ അവർക്ക് അത് ചെറിയ രീതിയിലുള്ള ചെയ്യാനുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണം തോന്നുള്ളൂ.
മരിയ മോണ്ടിസോറി പറയണത് കുട്ടികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. അതിന് റിവാർഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റിവാർഡ് കൊടുക്കണോ? വേണ്ട, അവർ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അവർക്ക് വണ്ടി എടുത്ത് കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ റിവാർഡ് കൊടുത്താൽ മാത്രമേ അവർ കളിക്കോളൂ. അല്ല. അല്ല അല്ലേ? അപ്പൊ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. പണിഷ്മെന്റ് കൊടുക്കേണ്ടതിന്റെ കാര്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആരിഫ, ഹാരിഫ, ആൻഡ്രിയ മിൻഡോ. ആൻഡ്രിയ പറയൂ. ചെറിയ രീതിയിലൊക്കെ പണിഷ്മെന്റ് കൊടുക്കാം മിസ്സേ. അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല, പിള്ളേര് പഠിക്കത്തില്ല. മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ പണിഷ്മെന്റും റിവാർഡും കൊടുക്കേണ്ടെന്നാണ്. അല്ല, ഇപ്പൊ ഇവിടെ എന്റെ മോനാണെങ്കിലും അവൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ അവൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണെങ്കിലും അവന് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അവൻ കുത്തിയിരുന്ന് പഠിക്കും. അതേസമയം ആൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ട് അത് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ചെറിയ രീതിയിൽ എന്തെങ്കിലും വാങ്ങിത്തരാന്ന് പറഞ്ഞാലും പഠിക്കോ? ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിൽ അങ്ങനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇന്നത് മേടിച്ചു തരാം, ഇന്നത് ചെയ്തു തരാം, അതുകൊണ്ട് നീ പഠിക്കുക, അങ്ങനത്തെ ഒരു പ്രോത്സാഹനം ഞാൻ അവന് കൊടുക്കാറില്ല. അപ്പൊ ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റുകൾ കൊടുക്കുവാണെങ്കിൽ അവനത് പഠിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ രീതിയിൽ ഇപ്പൊ ഞാൻ പറയാം, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയും, അടുക്കളയിൽ എന്തെങ്കിലും പാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാ, അല്ലെങ്കിൽ തുണി മടക്കി വെക്കുക, കഴുകിയത്, അല്ലെങ്കിൽ നീ കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെറിയ രീതിയിൽ ഇപ്പൊ എന്താ പറയാ അകടിച്ചു വരാ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണിഷ്മെന്റ് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പുള്ളി പോയിരുന്ന് പഠിച്ചോളൂ. അപ്പൊ എന്റെ രീതിയിൽ ചെറിയ ചെറിയ പണിഷ്മെന്റ് കൊടുക്കുന്നതാണ് നല്ലത്. അല്ല, എന്റെ മോന്റെ പറഞ്ഞത് അല്ല, അവന് അതങ്ങനെ കൊടുക്കുന്ന കാരണം കൊണ്ട് ഇപ്പൊ എല്ലാ സബ്ജക്റ്റും കുത്തിരുന്ന ആൾ പഠിച്ചോളൂ. ആൾക്ക് ചെറിയൊരു പേടിയാണ്. ഇപ്പൊ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് പണിഷ്മെന്റ് തരും എന്നൊരു ഇതുള്ള കാരണം അവൻ അത് ആദ്യം പഠിക്കാൻ കുത്തിരിക്കും. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണോ അത് ആദ്യം പഠിക്കാൻ കുത്തിരിക്കും ആള്. എന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. സോഫിയക്ക് പാടില്ല അല്ലേ? അഞ്ജു, അഞ്ജുവിന്റെ അഭിപ്രായം എന്താ? ചെറിയ രീതിയിൽ നമ്മൾക്ക് പറഞ്ഞ ഒരു ഭയപ്പെടുത്താന്നല്ല, ഒന്ന് അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുന്നത് തന്നെയാണ്. ചെറിയ കുട്ടികളുടെ കാര്യം ചെറിയ കുട്ടികൾക്ക് ഞാനിപ്പോ UKG പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ചീത്ത പറയുമ്പോ തന്നെയാണ് അവർക്ക് ഒരു പേടി വരുന്നത്. നമ്മളിപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ അവര് എഴുതി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്. ചെറിയൊരു സ്റ്റാർ, അത് അല്ലെങ്കിൽ ഒരു ലവിന്റെ ഒരു ബലൂണോ എന്തെങ്കിലും നമ്മൾ ഡിക്റ്റേഷൻ എടുക്കുമ്പോ ഒക്കെ വരച്ചു കൊടുത്താൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവര് മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ കാണിച്ചിട്ട് ഞാൻ നാളെ ഇതിലും കൂടുതൽ മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവര് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്കൊരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ റിവാർഡ് എന്തായാലും കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മളിപ്പോ പേടിപ്പിക്കുമ്പോ, അതായത് ചീത്ത പറയുമ്പോഴാണ് അവർക്ക് ഒന്നുകൂടെ എഴുതാനാണ് നമ്മൾ കൂടുതൽ ഇപ്പോ ക്ലാസ്സിലായാലും സിലബസ് കുറെ ഉള്ളത് കൊണ്ട് എഴുതി പഠിപ്പിക്കേണ്ടത് മസ്റ്റ് ആണല്ലോ. അപ്പൊ മലയാളം എഴുതുമ്പോഴാണ് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഇതേപോലെ എഴുതാതിരിക്കുമ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് ചീത്ത പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോ ഒന്ന് ജസ്റ്റ് അവരൊന്ന് നോക്കിയാൽ തന്നെ അവർക്ക് പേടിയാവണ കുട്ടികളുണ്ട്. ചില കുട്ടികള്, ചിലരും എന്ത് തന്നെ പറഞ്ഞാലും ചെയ്യാത്ത കുട്ടികളുണ്ട്. പക്ഷെ കുറച്ചൊന്ന് നമ്മളൊന്ന് ചെയ്താലാണ് അവര് പിന്നെയും ചെയ്യാന്നാണ് എന്റെ അഭിപ്രായത്തില്. അതുപോലെ റിവാർഡ് മസ്റ്റ് ആയിട്ടും കൊടുക്കണം നമ്മള്. അപ്പൊ ഒരു അപ്രീസിയേഷൻ പോലെ ഒരു സ്റ്റിക്കർ, സ്മൈലിയുടെ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ച് ഭയങ്കര ഹാപ്പിയാണ് അവര്. നമ്മള് ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ റിവാർഡ് കൊടുക്കണോ പണിഷ്മെന്റ് കൊടുക്കണോ എന്നൊക്കെ. അപ്പൊ നമ്മുടെ കൺസെപ്റ്റിലുള്ള ഒരു ക്ലാസ് റൂം എങ്ങനെയാണ്? ടെക്സ്റ്റ്, നോട്ട്ബുക്ക് ഒക്കെ വെച്ചുള്ളതാണ് അല്ലേ? പക്ഷെ മരിയ മോണ്ടിസോറിയുടെ ക്ലാസ് റൂം അങ്ങനെയല്ല. നിങ്ങൾ ആൻസർ പറയുമ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. മരിയ മോണ്ടിസോറിയുടെ ക്ലാസ് റൂം എങ്ങനെയായിരുന്നു? ടെക്സ്റ്റ് ബുക്കും നോട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് റൂം ആയിരുന്നോ? ഇല്ല, മരിയ മോണ്ടിസോറിക്ക് കൂടുതൽ ലൈഫ് സ്കില്ലുകൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, ബുക്കൊന്നും ഇല്ലല്ലോ, ഒക്കെ ആക്ടിവിറ്റിയിലൂടെ പഠിപ്പിക്കുകയാണ്.
ആക്ടിവിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് പണിഷ്മെന്റിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങളാണ് അല്ലെ, ഇൻട്രസ്റ്റ് ആയ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഇൻട്രസ്റ്റ് ആയ എക്യുപ്മെന്റ് ഒക്കെയാണ് അവർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതെ അതെ. അപ്പൊ ആൻസർ പറയുമ്പോ അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. പറഞ്ഞോളൂ. അതില് നമ്മളിപ്പോ ആക്ടിവിറ്റിയില് ബേസ് ഇപ്പൊ പിങ്ക് ടവർ, റെഡ് റോഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്പേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നത്. അതുപോലെ ആക്ടിവിറ്റി ആയാലും അപ്പൊ അങ്ങനെ പിങ്ക് തന്നെയാണ്. ടവർ വെക്കുമ്പോ അവരെന്താ പഠിക്കുന്നത്? ടവർ ബിൽഡിംഗ് ഒക്കെ ഇല്ലേ, ബിൽഡിംഗ് ടവർ, അവരെന്തായിരിക്കും പഠിക്കുന്നത്? ആ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ അവരെന്തൊക്കെ പഠിക്കും? അവര് ബിഗ് സ്മോള് പഠിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ബിഗ് സ്മോൾ ഒക്കെ അവര് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കും അല്ലേ? ചെയ്യാൻ പഠിക്കും. അതുപോലെ തന്നെ കളേഴ്സ്, പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് ഒക്കെ വെക്കുമ്പോ അവര് കളേഴ്സ് പഠിക്കും. പിന്നെ ഇപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആയാലും അത് വെച്ചിട്ട് അവര് ടച്ച് സെൻസറി അതുകൊണ്ട് അവര് എഴുതാനായാലും അവർക്കൊരു ഐഡിയ കിട്ടും. അതെ. അപ്പൊ അതൊക്കെ ആവുമ്പോ പണിഷ്മെന്റ് ആവശ്യമില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇൻട്രസ്റ്റ് ആയിരിക്കും അവരല്ലേ? Then Ansel. Ansel. Then ശരണ്യ. ശരണ്യയുടെ ഒപ്പീനിയൻ എന്താ? ശരണ്യ എന്താ മിണ്ടാത്തെ? വേറെ ആരെങ്കിലും പറയൂ. രാഖി. മാം, ആക്ടിവിറ്റി ബേസിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അതെ. ബുക്കുമായിട്ട് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നതിനേക്കാളും. അതെ. പിന്നെ ഈ ഫ്ലാഷ് കാർഡ് അങ്ങനെയൊക്കെ വെച്ച് നമ്പേഴ്സ് ഒക്കെ പഠിപ്പിക്കാം, എക്സാമ്പിൾ പറയാമെങ്കിൽ. പിന്നെന്താ ഈ ഇന്നലെ പറഞ്ഞ പോലെ ബോഡി പാർട്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണോട്ടോ. ഇപ്പൊ എന്റെ സ്ക്രീനിൽ കാണുന്ന പേരുകളാണ് ഞാൻ വിളിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോട്ടോ. ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പറഞ്ഞോളൂ രാഖി. പിന്നെ പണിഷ്മെന്റ് കൊടുക്കുമ്പോ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് കളയരുത്, അല്ലാതെ വീണ്ടും പേടി തോന്നാതെ വേണം. നെക്സ്റ്റ് ടൈം അവരത് ചെയ്യാൻ പേടിക്കും അല്ലേ? അതെ മാം. Then anybody? അവർക്ക് വേദനിക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റോ പിന്നെ അവർക്ക് ഷെയിം ആവുന്ന രീതിയിലുള്ള പണിഷ്മെന്റോ ശ്രദ്ധിക്കണം. അവർക്ക് പിന്നീട് അതൊരു പണിഷ്മെന്റ് കൊടുക്കരുതെന്നാ പറയണ അല്ലേ മോണ്ടിസോറി? മോണ്ടിസോറി ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ പഠിപ്പിക്കണം എന്നാ പറയാം. എന്തെങ്കിലും പിള്ളേർ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാം ഈ പണിഷ്മെന്റിലൂടെ അല്ലാണ്ട് തന്നെ ആക്ടിവിറ്റീസിലൂടെ അവർക്കത് മനസ്സിലാകണം. അവർ ചെയ്യുന്നത് തെറ്റാണ്, അവർ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആക്ടിവിറ്റീസിലൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാണ്ട് അവർ ചീത്ത പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പിന്നീട് അത് പേടിയായിരിക്കും അത് ചെയ്യുന്നത്. മറ്റേതാവുമ്പോൾ അവർ ഇഷ്ടത്തോടെ തന്നെ മനസ്സിലാക്കും ഞാൻ ചെയ്തത് ഇങ്ങനെയാണെന്നുള്ളത്. ആ ഒരു രീതിയിൽ പണിഷ്മെന്റ് ആവണം. അല്ലാണ്ട് പിള്ളേർക്ക് വേദനിക്കുന്ന രീതിയിലോ വേദനിപ്പിക്കുന്ന വാക്കുകളോ അങ്ങനെയൊക്കെ ഒന്ന് അവർ ആക്ടിവിറ്റിയിലൂടെ തന്നെ കൊടുക്കണം പിള്ളേർക്ക്. അത് തെറ്റാണെന്നുള്ള അറിയാനായിട്ടുള്ള കാര്യങ്ങൾ. അതെ. ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ കുട്ടികളോട്, ചെറിയ കുട്ടികളോട് കേട്ടോ, നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വെക്കാൻ പറയാം. ഇത്ര പെർഫെക്റ്റ് ആയിട്ടല്ലെങ്കിലും അവരോട് മടക്കി വെക്കാൻ പറയാം. ചിലർ അനുസരിക്കില്ല അല്ലേ? അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? അവരെ പണിഷ് ചെയ്തിട്ട് കാര്യമുണ്ടോ അപ്പൊ? ഇല്ല, നമ്മൾക്ക് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ. അതെ, നമ്മളവരെ ആക്ടിവിറ്റീസിലൂടെ, ഞാനിപ്പോ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ പോകുന്നു അല്ലെങ്കിൽ റെക്ടാങ്കിൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അല്ലേ? അപ്പൊ ആദ്യം അവരുണ്ടാക്കി നോക്കുമ്പോ നമ്മൾ അവരുടെ കൂടെ ഇന്ന് ചെയ്യുമ്പോ അവർക്കത് ഇൻട്രസ്റ്റ് ആവും ചെയ്യാനായിട്ട്. നമ്മൾ ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അത് പഠിക്കും. അപ്പൊ ഒരു പ്രാവശ്യം ചെയ്ത് അവര് ഓക്കെ അവരെ നമ്മ എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ കൊടുക്കാം. കുട്ടികളെ മടക്കുമ്പോ നന്നായിട്ട് ചെയ്തല്ലോ എന്നൊക്കെ കുട്ടികളെ എൻകറേജ് ചെയ്യാം. അങ്ങനെ കേൾക്കുമ്പോ അവര് വീണ്ടും ചെയ്യാൻ നോക്കും. അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കും. അതെ, നമ്മളൊരു കാര്യം കുട്ടികളെ ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കണം നെക്സ്റ്റ് എന്താണ്, ഓൾട്ടർനേറ്റീവ്സ് എന്താണ് ഇതിനു വേണ്ടി. ചിലപ്പോൾ ആക്ടിവിറ്റീസിലൂടെ അവർ പഠിക്കും.
നമുക്ക് പലതരം ആക്ടിവിറ്റീസ് ഇതിനു വേണ്ടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? Then അഞ്ജു യെസ് മാം. പറഞ്ഞു. ഞാൻ എന്താണ് ആക്ടിവിറ്റീസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പണിഷ്മെന്റ് കൊടുക്കേണ്ട എന്ന് പറയുന്നത് അല്ലേ മോണ്ടിസോറി? എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ. പറയാത്ത ആരാ ഉള്ളത്? വേറെ ആരുടെയും പേര് വരുന്നില്ല, അതുകൊണ്ടാണ് പറയാ. മോനിഷ. ഓക്കെ. മോനിഷയുടെ അഭിപ്രായം എന്താ? ഞാനിപ്പോ പറഞ്ഞിരുന്നു. നമ്മിപ്പോ പറഞ്ഞിരുന്നു. ഓക്കെ. വേറെ ആരാ? ജസ്ന. മാം, അതെ, ചെറിയ രീതിയിൽ അവരെ നന്നായിട്ട് എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ പണിഷ്മെന്റിന്റെ ആവശ്യം വരണില്ല എന്നാണ് എനിക്ക് തോന്നണത്. അവരെ എന്നുവെച്ചാ എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഞാനിപ്പോ എന്റെ മകള് 4-5 വയസ്സാണ് അവള്. അപ്പൊ ഇപ്പൊ ഒരു കളറിങ് ചെയ്യുകയാണെങ്കിലും അപ്പൊ അവൾക്ക് ഒന്ന് അപ്രീസിയേറ്റ് ചെയ്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളങ്ങനെയാണ്. അപ്പൊ നമ്മ എന്തേലും ഇതായാലും ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് രണ്ടാമത് ചെയ്യുമ്പോ എന്തായാലും നമ്മളെ മക്കളോട് ഞാൻ അങ്ങനെയാണ്. കാരണം ചെറുതായിട്ട് ഒന്ന് സൗണ്ട് ഇതാക്കി പറയുമ്പോൾ അവരത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. യെസ് മാം. കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കുമ്പോ പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആക്ടിവിറ്റിയിലൂടെ ഉള്ളോ. അതെ, ആക്ടിവിറ്റിയിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ ചില സമയത്ത് നമ്മൾ റിവാർഡ് ചില ഇത് നോക്കുമ്പോൾ റിവാർഡ് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ സ്കൂളിൽ ഒരുമിച്ച് ഇരുന്ന് കുട്ടികൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ഒരു കയ്യിലൊരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ അവരിതാവും. അപ്പൊ പിറ്റേന്ന് ആ സ്റ്റാർ കിട്ടൂലോ എന്നോർത്ത് അടുത്ത ആള് ഫസ്റ്റ് ആയി കഴിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അങ്ങനെയൊക്കെ. എന്റെ ചേച്ചിയുടെ മോനെ എപ്പോഴും നെയിൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ടി വി കാണുമ്പോഴൊക്കെ ഫുൾ ടൈം ഇങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചേച്ചി എപ്പോഴും ചീത്ത പറയും, കടിക്കണ എന്താന്ന് ചീത്ത പറയും, കയ്യിലിട്ട് ചൊട്ടും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ചെയ്താലും പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. ഇത് കടിച്ച് എന്ത് പറ്റും, ഒരു ജെംസിന്റെ ഇങ്ങനെ വീഡിയോ കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്തപ്പോ ആൾക്കത് മനസ്സിലായതാണ്. പിറ്റേ ദിവസം പിന്നെ ആ ഹാബിറ്റേ മാറിയത്, ബാഡ് ഹാബിറ്റ് മാറിയത്. പറഞ്ഞോണ്ടിരുന്നിട്ടോ ഒന്നും കേൾക്കണ്ടല്ലോ, ഡെയിലി ഇത് തന്നെ ചെയ്തോണ്ടിരിക്കായിരുന്നു. അതെ. ഇത് കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കും അല്ലേ? നമ്മൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, ഇപ്പൊ കത്തിച്ചു വെച്ച വിളക്കിൽ തൊടരുതെന്നല്ലേ? പക്ഷെ എത്ര പറഞ്ഞാലും കുട്ടികൾ കേൾക്കോ? ചെറിയ കുട്ടികൾ കേൾക്കോ? കേൾക്കില്ല. ഒരു പ്രാവശ്യം തൊട്ട് കഴിഞ്ഞാലോ? ഒരു തവണ പൊള്ളി കഴിഞ്ഞാൽ പിന്നെ അവരെ നിർത്തിക്കോളൂ, റിപ്പീറ്റ് ചെയ്യില്ല പിന്നെ അല്ലേ? മിസ്, ഞാനിതുപോലെ എന്റെ മോൻ ഇതുപോലെ വിളക്കിന്റെ അവിടെ കളിക്കുന്നു പറഞ്ഞിട്ട് മനസ്സിലാവണ്ടായില്ല അവന്. അപ്പൊ ഞാൻ ചന്ദനത്തിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുത്തപ്പോ ചൂട് കിട്ടിയപ്പോ പിന്നെ അവനത് അടുത്തേക്ക് പോയിട്ടില്ല. ആതിരയുടെ അഭിപ്രായം എന്താ? ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതെ, ചില കുട്ടികൾക്ക് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ വാശി കൂടത്തേ ഉള്ളൂ അല്ലേ? വെരി ഗുഡ് ശരണ്യ. ദെൻ ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതാരും മിണ്ടാത്തെ? അത് തന്നെ. ഇന്ന് ആരാ പെർഫോം ചെയ്യാൻ പോകുന്നത്? ആക്ഷൻ സോങ് എന്ന് പറഞ്ഞ എന്താ? മോനിഷ, ആക്ഷൻ സോങ് എന്ന് പറഞ്ഞ എന്താ? പിള്ളേർക്ക് അത് ആക്ടിവിറ്റിയിലൂടെ മനസ്സിലാക്കി കൊടുക്കണം. കാര്യം പറയുന്നത് ആക്ടിവിറ്റിയിലൂടെ ചെയ്തു കൊടുക്കണം. പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കണം ആക്ഷൻ സോങ് എന്ന് പറയും. അതെ.
പെട്ടെന്ന് അവർക്ക് കൂടുതൽ മനസ്സിലാവും പെട്ടെന്ന് നോർമൽ ആക്ഷൻ സോങ് ഇത് പഠിക്കുമ്പോൾ. നിങ്ങളിപ്പോ ക്യാമറ ഓഫ് ചെയ്തിട്ടേക്കെ അല്ലേ? പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുമ്പോ ആക്ഷൻ ഒക്കെ കാണിക്കണം കേട്ടോ, അല്ലെങ്കിൽ റൈംസ് ആയി പോവത്. ഓക്കെ അല്ലേ? പിന്നെ ആരാ പ്രിപ്പയർ ചെയ്ത് വന്നേക്കണേ? എനിബഡി ചെയ്യാത്ത ആരൊക്കെ ഉള്ളത്? മിസ് ഞാൻ പറയാം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പേരെന്താണ്? ഗ്രീഷ്മ കിഷോർ. ഗ്രീഷ്മ, വെരി ഗുഡ് ഗ്രീഷ്മ. പറയട്ടെ. ഓക്കെ ഓക്കെ. We have 5 senses. Do you know? Taste, smell, sight, hear and touch. Do you know? I can taste with my tongue the yummy chocolate. I can smell with my nose. I can smell with my nose. I can smell with my nose the lovely red rose. Very good Grishma, very good. I can see with my eyes. I can see with my eyes the rainbow in the sky. I can hear with my ears and hear the birds. I can feel with my hands and silky white sand. Thank you. Okay, okay. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് എക്യുപ്മെന്റ്സ് എടുക്കാം, യൂസ് ചെയ്യാം? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ റെയിൻബോന്റെ പിക്ചർ കാണിച്ചാൽ കുറച്ചുകൂടെ അവർക്കത് ഈസി ആയിരിക്കും അല്ലേ? അതെ, നിങ്ങളപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, ഒരു ആക്ടിവിറ്റി സോങ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യേണ്ട കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കാം അല്ലേ? അതൊക്കെ കുറച്ചുകൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിലി അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അതെ മാം. അതെ മാം. നാളെ മുതൽ നമുക്ക് വേറൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്താലോ? ഇതെല്ലാവരും കംപ്ലീറ്റ് ചെയ്തായിരുന്നോ ആക്ഷൻ സോങ്? ഇല്ല മാം. ഓക്കെ, നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ടീച്ചറായിട്ട് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? ഓക്കെ, ഞാൻ പറയും ഈ കളർ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ നമ്പേഴ്സ് എങ്ങനെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും സ്കൂളിൽ ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അത് പഠിപ്പിക്കണം കുട്ടികളെ. ഓക്കെ, ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആക്ടിവിറ്റി. ഓക്കെ, എങ്ങനെയായിരിക്കും അവരോട് സംസാരിക്കേണ്ടത്? നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെയാണോ കുട്ടികളോട് സംസാരിക്കേണ്ടത്? ഇല്ല, അവരോട് അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞു കൊടുക്കണം നല്ല ക്ലിയർ ആയിട്ട്. പ്ലേ കാർഡ് വെച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അവന് കൂടുതൽ ഞാൻ പ്ലേ കാർഡ് വെച്ചിട്ട് നമ്പേഴ്സ് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തതും എണ്ണാൻ കൂടുതൽ പഠിപ്പിച്ചത്. അപ്പൊ ഓരോ കാർഡ് എടുത്ത് മാറ്റുമ്പോ അവനത് ഇടയിലുള്ള കാർഡ് എന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടാണ് എക്സാമിന് കൂടുതലും LKG ആയിരുന്നു. അങ്ങനെ കൂടുതൽ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അല്ലാതെ അവന് പറഞ്ഞെടുത്തിട്ട് എന്തോരം പറഞ്ഞെടുത്തിട്ടും ഒന്ന് കഴിഞ്ഞാൽ രണ്ടാന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടായില്ല. കാർഡ് വെച്ച് ഓരോന്ന് കാണിച്ചെടുത്തപ്പോ അവനത് ക്യാച്ച് ചെയ്ത് തുടങ്ങി. ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. അതെ, നമുക്ക് ഇങ്ങനത്തുള്ള ഓക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം അല്ലേ? കാർഡ്. പിന്നെ എന്തൊക്കെയുണ്ട്? അഞ്ജു, Object plus is or armor or. സോറി, ഹലോ, കേൾക്കുന്നില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഈ ആക്ഷൻ സോങ്ങിന്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ആക്ടിവിറ്റിയിലോട്ട് കടക്കാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിനെ പറ്റിയാണ്. മോണ്ടിസോറി ക്ലാസ്സുകളിൽ എങ്ങനെയാണ് റൈറ്റിംഗ് ആൻഡ് റീഡിങ്, എങ്ങനെയാണ് റൈറ്റിംഗ്? നമ്മുടെ ഇപ്പോ ഉള്ള സാധാരണ പോലെ 4 ലൈൻ ബുക്സിൽ എഴുതി പഠിപ്പിക്കുകയാണോ? അല്ല മാം. എങ്ങനെയാണ് അവരെ റൈറ്റിംഗ്സ് പഠിപ്പിക്കുന്നത്, അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്, ലെറ്റേഴ്സ് പഠിപ്പിക്കുന്നത് ഒക്കെ എങ്ങനെയാണ്? ശരണ്യ, എങ്ങനെയായിരിക്കാം?
മാം അതിന്റെ ഓരോ ഓരോ മോണ്ടിസോറി തന്നെ ഓരോ ഇല്ലേ? സോറി ഓരോ എന്തോ ഓരോ ലെറ്റേഴ്സ് പഠിപ്പിക്കാനും നമ്പേഴ്സ് പഠിപ്പിക്കാനും ഒക്കെ മോണ്ടിസോറിയുടെ തന്നെ ഓരോ എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ലേ? അപ്പൊ അത് വെച്ചിട്ടല്ലേ പഠിപ്പിക്കുന്നത്? അതെ അതെ. അപ്പൊ എന്തൊക്കെയായിരിക്കാം അത്? നമുക്ക് സാൻഡ് പേപ്പർ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? സാൻഡ് പേപ്പർ കട്ട് ചെയ്തിട്ട് അവർക്കത് ട്രേസ് എടുക്കാൻ പഠിക്കാം അല്ലേ? അതിലൂടെ അതിന്റെ മുകളിലൂടെ വരച്ച് സൈഡിലൂടെ വരച്ച് ലെറ്റേഴ്സ് പഠിക്കാം. ലെറ്റേഴ്സ് ആണെന്ന് അറിഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോ അവര് വരക്കുന്നത് അല്ലേ? അതെ. പിന്നെ മാം 2 ലൈനും 4 ലൈനും വെച്ചിട്ട് അതില് പഠിപ്പിക്കില്ലേ? 2 ലൈൻ 4 ലൈൻ ബുക്സ് അതില് അക്ഷരം പഠിപ്പിക്കില്ലേ? മോണ്ടിസോറി ക്ലാസ്സിലുണ്ടോ? മോണ്ടിസോറി ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കും? നമ്മളൊരു ട്രേയില് മണലോ അരിയോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളിപ്പോ വിദ്യാരംഭത്തിനൊക്കെ എഴുതുന്നില്ലേ? അതുപോലെ അവരെ കൊണ്ട് ലെറ്റേഴ്സ് ഒക്കെ എഴുതിക്കാം. അതും അല്ലെങ്കിൽ രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും പഠിപ്പിക്കേണ്ടത്. അവരെ ബോറിംഗ് ആക്കരുത് ക്ലാസ്സിൽ അല്ലേ? അതെ. അല്ലെങ്കിൽ പിന്നെ സ്ലേറ്റില് ജസ്റ്റ് ഒരു വിരലുകൊണ്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വിരല് കൊണ്ട് നമുക്ക് എഴുതിക്കാൻ പറ്റും. അതുപോലെ തന്നെ കളേഴ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അതേപോലെ പേപ്പറിൽ വരയ്ക്കാൻ പറയാം അല്ലേ? പേപ്പറിൽ വരയ്ക്കാൻ പറ്റും. കളേഴ്സ് യൂസ് ചെയ്തിട്ട് വിരലിന്റെ ഡിഫറെന്റ് കളർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ അവരെ നമ്മളെ കൈ മറ്റേ ഫിംഗർ തന്നെ വെച്ചിട്ട് ഓരോന്ന് മടക്കുന്നൊക്കെ പറഞ്ഞ അവരോട് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവും. അതെ അതെ. ഗെയിം പോലെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യും അത്. അതെ, വെരി ഗുഡ് വെരി ഗുഡ്. വായിക്കാൻ വേണ്ടിട്ട് ഓരോ സൗണ്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാം. സോഫിയ ലീഫ് പിക്ക് ചെയ്യാൻ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നല്ലേ? കൗണ്ട് ചെയ്യാനായിട്ട് അല്ലേ? കുട്ടികളോട് ഓരോ നമ്പേഴ്സ് പറയാ, ലീഫ് എടുത്തിട്ട് വരാൻ പറയാ. ആദ്യം ഒരു തെറ്റിക്കും അല്ലേ? പക്ഷെ നമ്മളത് കാണിച്ചു കൊടുക്കും ഒരു പ്രാവശ്യം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അവർ പഠിക്കും. നമ്മളെക്കാൾ നല്ല ബുദ്ധി കുട്ടികൾക്ക് ഉണ്ടല്ലേ? പിന്നെ കളേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിയൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഓറഞ്ച് കാണിച്ചു കൊടുത്തിട്ട് ഓറഞ്ച് കളറാണ് അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഓറഞ്ച് കാണുമ്പോൾ അത് കളറും ഫ്രൂട്ടും ഒക്കെ അതിന്റെ ഷേപ്പും പഠിക്കാൻ പറ്റും അല്ലേ? അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എപ്പോഴും കാണുന്നത് കൊണ്ട് അവരെ മനസ്സിൽ അത് പതിയും ചെയ്യും. നമ്മൾ എപ്പോഴും കാണുന്ന സാധനം ആവുമ്പോ അത് നമുക്ക് പിന്നെ എടുക്കുമ്പോ അത് ഓറഞ്ച് ആണ്, ഓറഞ്ച് കളറാണ് എന്നുള്ളത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ അവരൊക്കെ വിഷ്വലൈസ് പ്രൊജക്ടർ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ വിഷ്വലൈസ് കാർട്ടൂൺ രൂപത്തിലൊക്കെ കാണിച്ചാൽ കുറച്ചുകൂടി അവരുടെ മനസ്സിലോട്ട് പെട്ടെന്ന്. അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താം? പറയൂ, എല്ലാവരും പറയൂ. പറയാത്ത ആരൊക്കെയാ ഉള്ളത്? ആതിര, ആതിര പറയൂ. ചില കുട്ടികൾക്ക് കൈ വഴങ്ങൂല. ഫസ്റ്റ് തന്നെ സ്കൂളിലേക്ക് ആകണ കുട്ടികൾക്ക് കൈ വഴങ്ങൂല. അപ്പൊ നമുക്ക് പേപ്പറിൽ കളർ അടിക്കാൻ പറഞ്ഞ ക്രയോൺ എന്തെങ്കിലും ഒരു പേപ്പറിൽ കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ വെറുതെ കുത്തി അടിച്ചോളാൻ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കുകയും ചെയ്യും. പിന്നെ ക്ലേ ഒക്കെ കൊടുത്താലില്ലേ കുട്ടികൾ അത് വെച്ച് ക്ലേ കൊടുക്കാം അല്ലേ? ഹലോ മോനിഷ, അതെ, ക്ലേ വെച്ചിട്ട് ആൽഫബറ്റ്സുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതെ, ആ ഷേപ്സില് ഒരു ഷേപ്സ് പഠിക്കാൻ പറ്റും അല്ലേ? നമുക്ക് പലതരം സാധനങ്ങൾ ക്ലേ വെച്ച് ഉണ്ടാക്കാം. നമ്മൾ ദോശയൊക്കെ ചുടുമ്പോ പോലെ എണ്ണി പഠിപ്പിക്കണം.
എന്തോ കേട്ടില്ല. കടലയൊക്കെ ഇട്ട് കൊടുത്തിട്ടേ നമ്പർ എണ്ണി പഠിപ്പിക്കാലോ, 1 2 3 എണ്ണി അതെ പഠിപ്പിക്കാം. അതെ, എണ്ണി പഠിപ്പിക്കാം കുട്ടികളെ, കൗണ്ട് ചെയ്യാൻ അങ്ങനെ പഠിപ്പിക്കാം. പിന്നെ നമ്മള് ദോശയൊക്കെ ചുടുമ്പേ ABCD ഇങ്ങനെ ദോശ ഇത് അതെ A അതെ അങ്ങനെ ചുട്ടു കൊടുത്താൽ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പഠിക്കുകയും അതെ. ചെയ്യും. പിന്നെ നമ്മള് റൗണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോ, അല്ലേ? അങ്ങനെയും ചോദിക്കാം. ABCD പോലെ എഴുതിയിട്ട് അങ്ങനെയും കൊടുക്കുമ്പോ എഴുതിയിട്ടാക്കിയിട്ട് ഓക്കെ. അത് കുട്ടികൾക്ക് കഴിക്കാനും കുറച്ച് ഇൻട്രസ്റ്റ് അല്ലേ, സാധാരണ ദോശനേക്കാളും. അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ്. അതെ. പിന്നെ മാച്ച് ദ ഫോളോയിങ്. അതെ അതെ, നമ്പേഴ്സ് ഒരു സൈഡിൽ കൊടുത്തിട്ട് നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് അല്ലേ കേട്ടോ സോഫിയ? പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമ്പേഴ്സ് അപ്പോഴല്ലേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികൾക്ക്. പിന്നെ ലെറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ടോയ്സ് ഒക്കെ കൊടുക്കും. മക്കൾക്ക് ടോയ്സ് കാണിച്ചു കൊടുത്തിട്ട് ലെറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ കൊടുക്കുക. ഇവിടെ കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ കൊണ്ടുവരും. ഇഷ്ടമുള്ള കാര്യമാണ് വണ്ടികൾ അല്ലേ, കാർസ്. അപ്പൊ അതിന്റെയൊക്കെ ചക്രങ്ങൾ അല്ലെ, വീൽസ് ഒക്കെ എണ്ണാൻ പറയാം. എത്ര വീൽസ് ഉണ്ട് ഇതിന്, കാറിന്? അവിടെ കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് മിസ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകാറുണ്ടായിരുന്നു. വണ്ടി, കാറ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഓരോന്ന് കൊണ്ടുപോയിട്ടൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. ഈ സ്കൂളുകളില് എല്ലാ കുട്ടികളും ഒരു ദിവസം ഒരു കളറിന്റെ ബ്ലൂ കളറിന്റെ മാത്രം ഡ്രസ്സ്, പല സാധനങ്ങൾ കൊണ്ടുവരിക. അതുപോലെ റെഡ് അങ്ങനെ റെഡ് ഡേ ബ്ലൂ ഡേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുട്ടികൾക്ക് കളറൊക്കെ പഠിക്കാൻ പറ്റും. കളേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ട് സ്കൂളുകളിൽ അല്ലേ ഇപ്പൊ? ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് തന്നെ പറയും ഈ കളറിലുള്ള ഒരു യെല്ലോ കളർ ആണെങ്കിൽ അവർ പറയും യെല്ലോ കളറിലെ ഫ്രൂട്ട്സ് എനിക്ക് വേണം. യെല്ലോടെ ഉണ്ടായിരുന്നു. യെല്ലോടെ വന്നപ്പോ സൺഫ്ലവർ ആണ് കൊണ്ടുപോയത്. ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തോ യെല്ലോടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടികൾക്കേ. അപ്പൊ അവിടെ ഞങ്ങള് സൺഫ്ലവർ ആണ് ഉണ്ടാക്കി കൊടുത്തത്. വലിയ സൺഫ്ലവർ ഉണ്ടാക്കി കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു അവര് ആ പ്രോഗ്രാം. എല്ലാവരും സൺഫ്ലവർ ആയിരുന്നു. ക്ലാസ്സിലത്തെ എല്ലാ കുട്ടികളും സൺഫ്ലവർ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പൂവിന്റെ പേര് മാത്രമല്ല കളറും പഠിച്ചു അല്ലേ? യെസ്. സൺഫ്ലവർ അത് എല്ലാ കുട്ടികളും നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് അത് ഫോട്ടോ കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ പ്രോഗ്രാം. അതുപോലെ ബ്ലൂ ഡേ അങ്ങനെ കുറെ ചെറിയ മിഠായികള്, ജീരക മിഠായി, ജെംസ് പോലുള്ളതൊക്കെ അതില് കളേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ കുട്ടികൾക്ക് അപ്പൊ ഈ കളറ് മിഠായി പറഞ്ഞിട്ട് അങ്ങനെ കളറ് പഠിക്കും. കളർ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ചോദിക്കാം ഇത് എന്ത് കളറാണ്, അല്ലെങ്കിൽ പാരറ്റിന്റെ കളർ എന്താണെന്ന് ചോദിക്കാം അല്ല. ലീഫിന്റെ കളർ എന്താണ്, ലീഫിന്റെ കളറുള്ള മിഠായി എടുത്തു തരൂ, അങ്ങനെയൊക്കെ പറയാം കുട്ടികളോട് അല്ലേ? അതെ അതെ പറയാം. അവര് എന്റെ മോന് 2.5 വയസ്സാണ്. അപ്പൊ ആദ്യം തന്നെ ഗ്രീൻ, റെഡ്, പിങ്ക് ആ കളറുകളൊക്കെ ഇപ്പൊ തിരിച്ചറിയാം. വെരി ഗുഡ് വെരി ഗുഡ്. ഇതിനെന്താ മിണ്ടാത്ത ആതിര? നമ്പേഴ്സ് ഒക്കെ ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചിലപ്പോ ഇപ്പൊ ടിവിയിൽ നമ്പേഴ്സിന്റെ റൈംസ് ഒക്കെ കാണുമ്പോഴേ അത് ഈ നമ്പറാന്ന് മനസ്സിൽ കിട്ടിയിട്ട് അവനിങ്ങനെ ഈർക്കിൽ വെച്ചിട്ട് 2ന്റെ ഷേപ്പ് പോലെ എങ്ങനെങ്കിലും ഒക്കെ അതുപോലെ ഏതെങ്കിലും ഷേപ്പ് കാണുമ്പോ അത് 3 ആണ് അങ്ങനെ പറയും. വെരി ഗുഡ് വെരി ഗുഡ്. നമ്മള് പഠിപ്പിക്കുമ്പോ ചിലപ്പോ അവർ പഠിക്കില്ല, പക്ഷെ അവരുടെ മനസ്സിൽ അത് ഓൾറെഡി പതിഞ്ഞിട്ടുണ്ടാവും അല്ലേ? വേറൊരു സമയത്തായിരിക്കും അവർ പഠിച്ചതൊക്കെ പുറത്തെടുക്കുന്നത് അല്ലേ? മിക്ക കുട്ടികൾ അങ്ങനെയാ. കമ്പാരിസൺ ആണ്, വേറെ ഉള്ളതെന്ന് വെച്ചിട്ട് കമ്പയർ ചെയ്താണ് പഠിക്കുന്നത്. അതെ അതെ. നമ്മുടെ വീട്ടിലുള്ള തന്നെ ഓരോ എക്യുപ്മെന്റ്സും പറയുമ്പോ TV ആവുമ്പോ ബ്ലാക്ക് കളർ സ്ക്വയർ TV, അപ്പൊ അങ്ങനെ പറയുമ്പോ അവർക്ക് ആ ഓരോ കളർ ഐഡന്റിഫൈ. കർട്ടൻസ് കാണിക്കുമ്പോ ഷേപ്പും പഠിക്കും, അതിനൊപ്പം തന്നെ കളറും പഠിക്കും. ആ ടിവിയുടെ കളർ എന്താണ്, ചെയറിന്റെ കളർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഐറ്റങ്ങളും കളറും പഠിക്കും. എത്ര ചെയർ ഉണ്ട് കൗണ്ട് ചെയ്യാനും പഠിക്കാൻ പറ്റും.
Then പിന്നെ ഈ കയ്യില് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു പേപ്പറിൽ എന്തെങ്കിലും പെയിന്റ് വെച്ച് ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ വെണ്ടക്കയുടെ ഇതൊക്കെ വെച്ച് ഇങ്ങനെ പ്രിന്റ് ചെയ്യണം അല്ലേ? പ്രിന്റഡ് പ്രിന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരോട് തന്നെ പറയാം. നമുക്കിത് എത്ര അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ട് അവരെത്ര എണ്ണം ചെയ്തു ഒരു 5 ഫ്ലവേഴ്സ് വരയ്ക്കാൻ പറയാം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറയാം പ്രസ് ചെയ്തിട്ട് അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ഹലോ നിസിയ. ഓക്കെ ഓക്കെ പ്രിന്റേഴ്സ് വെച്ച് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. അപ്പൊ നിങ്ങളിങ്ങനെ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് നിങ്ങൾ മാത്രം ഉണ്ടായിരിക്കണം. ഓക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. മാം നമ്പേഴ്സ് പഠിക്കാനേ ഈ ഓരോ പിക്ചറൊക്കെ ഓരോ നമ്പർ വെച്ച് വരച്ച് കാണിക്കത്തില്ലേ പിക്ചർ? മാം നമ്പേഴ്സ് പഠിക്കാനേ പിക്ചറൊക്കെ ഓരോ നമ്പർ വെച്ചിട്ട് കാണിച്ചു കൊടുക്കത്തില്ലേ വരയ്ക്കാൻ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്പേഴ്സും പഠിക്കും, കുട്ടികള് പിക്ചേഴ്സും വരയ്ക്കാനായിട്ട് ഇൻട്രസ്റ്റ് ആവും പഠിക്കാൻ. ഇതേപോലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതേപോലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ. ഓക്കെ. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെയാണ് കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റുന്നത്? അതിന് നമ്മൾ കമ്പൽ ചെയ്യണോ കുട്ടികളെ? ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതിന് പണിഷ്മെന്റ് കൊടുക്കണോ? അതിനും പണിഷ്മെന്റ് കൊടുക്കണോ? എന്തൊക്കെ പകരം അതിനു വേണ്ടി ചെയ്യാം? എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താം? പക്ഷേ ഇപ്പൊ നമ്മുടെ വീട്ടില് മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചെറുതായിട്ട് പറയാം. അവര് കണ്ടാല് ചീത്ത പറയില്ലേ, അപ്പോ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം, അങ്ങനെ പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക്. ആരെങ്കിലും ഒരു ചെറുതായിട്ടൊരു പേടി ചെറിയതാവുമ്പോ വേണം. പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല കുട്ടിയായിട്ട് നിക്കണം, നീറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താല് ഗുഡ് ബോയ് ആവണമെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. നമ്മള് നോ എന്ന് പറഞ്ഞാല് അവരിപ്പോ നമ്മൾ എന്തെങ്കിലും വേണ്ട അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞാല് അപ്പൊ അവരത് കൂടുതൽ ചെയ്യാനാണ്. അതെ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം കുട്ടികൾ ചെയ്യും. ചെറിയ കുട്ടികളുടെ പ്രോബ്ലം ഇതാണ് അല്ലേ? മാം ഇവിടെ കാണിക്കുന്ന കുട്ടികളുടെ ഡോക്ടർ പറയുന്ന കുട്ടികളെ ഒരിക്കലും തല്ലരുതെന്നാണ്. അഥവാ തല്ലാണെന്നുണ്ടെങ്കിൽ നല്ല വേദന എടുക്കുന്ന ഒരൊറ്റ തല്ല് തല്ലാൻ പാടുള്ളൂ. പിന്നെ പേടിയില്ലാണ്ടാവുകയും ചെയ്യും, നമ്മളോടുള്ള ഒരു ബഹുമാനമൊക്കെ പോവുകയും ചെയ്യും. റെസ്പെക്ട് കുറയും. അതെ. അപ്പൊ ഡോക്ടർ അതിന് പോകുമ്പോഴേ അറിയണം, ഒന്ന് പുന്നാരിച്ച് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ സ്നേഹിച്ചൊന്ന് ഇതാക്കിയാൽ മതി. 10 പ്രാവശ്യം വഴക്ക് പറയുന്നതിലും എഫക്റ്റീവ് ആണ് ഒരു പ്രാവശ്യം സ്നേഹത്തോടെ സംസാരിക്കുന്നത്. പുന്നാരിച്ച് നല്ലോണം അങ്ങനെ പറയുമ്പോ അവരത് ചെയ്യും. അതെ. മിസ്സിയ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ. മാം, നമ്മൾ കുഞ്ഞിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ശീലമായിരിക്കും അവർക്ക് വളർന്നു വരുമ്പോഴും അതേപോലെ ആയിരിക്കും അവര്. നമ്മൾ കുഞ്ഞിലെ ചെറുപ്പത്തിലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ അങ്ങനെ ഇതാക്കരുതെന്ന് വെച്ചാൽ അവർക്കും കുറെ ഇഷ്ടങ്ങൾ കാണുമല്ലോ കുഞ്ഞിലെ. ഇപ്പോൾ വലുതാകുമ്പോഴേ ഉള്ളൂ നമുക്ക് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഓരോ വഴക്ക് പറയാം. പക്ഷെ കുഞ്ഞിലെ ആകുമ്പോൾ അവർക്കും കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം കാണും. അപ്പോൾ അവരുടേതായ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ അവരുടേതായ സ്വന്തം താല്പര്യത്തിൽ അങ്ങ് വിടുക. പിന്നെ കുറച്ച് ഡിസിപ്ലിൻ വെച്ചാൽ നമ്മൾ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ കാണുമല്ലോ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരുടെ റൂം ക്ലീൻ ചെയ്യുക, അവർ പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം അടുക്കി വെക്കുക, അങ്ങനെയുള്ള കുറച്ച് കഴിക്കുന്ന ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കാൻ പറ്റില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ. പറ്റും മാം. ബെഡ്ഷീറ്റ് അതിന്റെ ഓരോ ആകൃതിയിൽ പഠിപ്പിക്കാം. പറ്റും. അത് നമ്മളിപ്പോൾ ഒരു വട്ടം ഒന്ന് മടക്കിയിട്ട് അവർ വയ്യ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും നിൽക്കണമെന്നില്ല, എങ്കിൽ പോലും നമ്മളൊരു തമാശ രൂപത്തിൽ കളി രൂപത്തിൽ അവരെ
ഒന്ന് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവര് നിൽക്കും. നമ്മൾ പറഞ്ഞാൽ അവർ അതെ അനുസരിക്കും അല്ലേ? അതെ അതെ, ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഒരു തമാശ രൂപത്തിൽ നമ്മൾ കുട്ടികളാണോ ആ സമയത്ത്? അതെ, ആ പ്രായത്തിലൂടെ നമ്മൾ ഇറങ്ങി ചെല്ലണം. നെക്സ്റ്റ് നെക്സ്റ്റ് ആരാ? ആതിര. യെസ് മാം. പറയൂ. സെൽഫ് ഡിസിപ്ലിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. എന്തോ കേൾക്കുന്നുണ്ടോ? സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ കുട്ടികളിൽ വളർത്തിയെടുക്കാം? ക്ലിയർ ആവുന്നില്ലല്ലോ ആതിര. ചെറിയ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, അതാണ് ഇത്രയും നേരം. പിന്നെ കുട്ടിയും അടുത്തുള്ളത് കൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുട്ടികൾ എങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ വളർത്തിയെടുക്കാം? കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. എന്റെ മോനിപ്പോ 2 വയസ്സാണ്. അപ്പൊ ഇപ്പോ അവൻ മൂത്രമൊക്കെ വെക്കുമ്പോൾ എന്താ പറയാ, അപ്പൊ ഞാൻ അവനോട് തുണി അത് തുടയ്ക്കാനായിട്ട് തുണി എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പൊ അതൊക്കെ അവനത് നീറ്റായിട്ട് ചെയ്ത് അവിടെയൊക്കെ അത് അപ്പൊ തന്നെ ഇപ്പൊ വെള്ളം കുടിക്കുമ്പോൾ അത് പോകുമ്പോഴും അവൻ ആ തുണി എടുത്തുകൊണ്ട് വന്ന് അവിടെയൊക്കെ ക്ലീൻ ആക്കി ഇടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ നേരത്തെ കളറ് പഠിപ്പിക്കണ അതൊക്കെ പറഞ്ഞത്, ഇപ്പോ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ട് അവന്. അപ്പോ അത് വെച്ച് കളിക്കുമ്പോൾ അതിനകത്ത് ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഓരോന്നിപ്പോ ഓരോ കളറും അവൻ കൂടുതലും പറയുന്നത് പച്ച, മഞ്ഞ ഇതൊക്കെ തന്നെയാണ് കൂടുതലും പറയുന്ന കളേഴ്സ്. അപ്പോ അത് തിരിച്ചെടുത്ത് വെക്കാൻ പഠിക്കുന്നത് ഒരു ഡിസിപ്ലിൻ അല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത്. വേറെ ആരാ? എന്റെ മോള് 2 വയസ്സാണ്. അപ്പൊ ആളൊരു ദിവസം ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോ ആള് എന്നെ ടാപ്പ് ഇങ്ങനെ അടച്ച്. അപ്പൊ ഞാൻ വേഗം വാവ് ബിഗ് ഗേളായി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ആൾക്കത് ഭയങ്കര ഒരു ഇതായിട്ട്, പിന്നെ എപ്പൊ നമ്മ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആള് തന്നെ പറയും വാഷ് ചെയ്യാ എന്നിട്ട് ചെന്നിട്ട് ആളെന്നെ തുറക്കും, ആളെന്നെ വാഷ് ചെയ്യും, റബ്ബ് ചെയ്യും, അതിന്റെ ആള് തന്നെ അടയ്ക്കും. അപ്പൊ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടോയ്സ് ഒക്കെ എടുത്ത് വെക്കാൻ ഇത്തിരി മടിയാണ്. അപ്പൊ ഞാൻ പറയും ഫാസ്റ്റ് വേഗം വേഗം എടുത്ത് വെക്കാൻ പറയുമ്പോ ആള് വേഗം വേഗം പെറുക്കി പെറുക്കി വെക്കും. കുട്ടികൾക്ക് കാർട്ടൂൺസ് കഥാപാത്രമൊക്കെ വളരെ ഇഷ്ടമാണ് അല്ലേ? എന്റെ മോനോട് ഞാൻ പറയും സൂപ്പർമാനെ പോലെയാണല്ലോ, സൂപ്പർമാൻ അങ്ങനെ എടുത്തു വെക്കും ടോയ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവൻ വേഗം അതേപോലെ എടുത്തു വെക്കും. പിന്നെ കുട്ടികൾ എന്തെങ്കിലും നല്ല ചെയ്യുമ്പോ ഗുഡ് ഗേൾ ഗുഡ് ബോയ് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അവര് വീണ്ടും അത് ചെയ്യാൻ നോക്കും അവര്. അതെ അതെ. നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് നേരത്തെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വന്നിരുന്നു. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു, ഇതല്ല കേട്ടോ, ഇവിടെ ഫാമിലിയിലുള്ള ഒരാൾ ചോദിച്ചായിരുന്നു ഞാൻ വളരെ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നതെന്ന്. ആണോ? എന്റെ ടോൺ അങ്ങനെയാണ് കേട്ടോ, സംസാരിക്കുമ്പോഴുള്ള ടോൺ അങ്ങനെയാണ്. നിങ്ങക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നോ? ഇല്ല മാം, ഫീൽ ആയില്ല. സൗണ്ട് ഇങ്ങനെ കൂടുതൽ എടുക്കുമ്പോ എന്റെ ടോൺ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോകുന്നതാ. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്, ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസത്തെ ക്ലാസ്? നമ്മൾ 3 ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ? അതെ മാം. യെസ് മാം. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്?
കുട്ടികളെ എങ്ങനെ എത്ര ആക്ടിവിറ്റിയിലൂടെ പഠിപ്പിക്കാമെന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും മാം. ഡിസിപ്ലിന്റെ സെൽഫ് ഡിസിപ്ലിന്റെ കാര്യം എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും ഒപ്പീനിയൻ പറഞ്ഞായിരുന്നോ? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലല്ലോ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആരൊക്കെയാ? ഞാൻ ചെയ്തില്ല മാം. പറയൂ. സെൽഫ് ഡിസിപ്ലിൻ. എന്റെ മോന് 2 വയസ്സായിട്ടുണ്ട്, ചെറിയ മോന്. അപ്പൊ അവന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതെടുക്ക് അങ്ങനെ പറയുമ്പോ എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാ ഞാൻ താങ്ക് യു എന്ന് പറയാം അവനോട്. അപ്പൊ അത് കേൾക്കാൻ അത് അവന് ഭയങ്കര ഇഷ്ടാണ്. അവന് താങ്ക് യു എന്ന് പറയാൻ കഴിയില്ല, ടാൻഡ്യൂതേ പറയുള്ളൂ. പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ കുട്ടികളോട് എന്തേലും പറയുമ്പോ തന്നെ ഓൻ ഫസ്റ്റ് പോവും. പോയിട്ട് അത് എടുത്തിട്ട് വന്നിട്ട് എന്റെ കൈ തരും, ഞാൻ താങ്ക് യു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓൻ തിരിച്ചും പറയും താങ്ക് യു. അറിയില്ല തിരിച്ചു പറയേണ്ട എന്താണെന്ന് അറിയില്ല. അത് ഭയങ്കര ഇഷ്ടമാണ് അവൻ കേൾക്കണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓനതിനെ കുറിച്ച് അറിയില്ല, എന്നാ കൂടി അവനത് ഇഷ്ടമാണ്. അതിനു വേണ്ടിയിട്ട് അവനത് വലിയ കുട്ടികളോട് പറയുന്ന കാര്യം അവനെ കൊണ്ട് കഴിയുന്ന പോലെ തന്നെ അവൻ പോയി ചെയ്യും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ തിരിച്ച് പറയും വേണം. പക്ഷെ അത് സാധനം തന്നാലേ പറയുള്ളൂ എന്നുള്ളതാണ് അവന്റെ വിചാരം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് പഠിയും എന്നുള്ളതാണ്. അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ചെറുപ്പം തൊട്ടേ നമ്മളെ ശ്രദ്ധിച്ചും വാച്ച് ചെയ്ത് കാണുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് അവർക്കുണ്ട്. അതെ, ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അത് നല്ല കാര്യങ്ങളാണെങ്കിൽ ഒന്നും കൂടി ഒരു നന്നായിരിക്കും തോന്നുന്നു. കുട്ടികളെ കാണിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ താങ്ക് യു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ പഠിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തതാരാ? നെക്സ്റ്റ് ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തെ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഒരു ഗുഡ് ടീച്ചറിന്റെ ക്വാളിറ്റീസ് അല്ലേ? ഞാൻ എപ്പോഴും പേര് വിളിച്ചുകൊണ്ടിരിക്കണോ? അതെ, കുട്ടികൾക്ക് പാരന്റ്സ് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം അല്ലേ? അതെ ശരണ്യ, വെരി ഗുഡ്. അതെ മാം. പറയൂ. പിന്നെ കുട്ടികൾ ക്ലാസ്സിൽ പോയി വന്നു കഴിയുമ്പോൾ വൈകിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ അന്നത്തെ ഡേ എന്തായിരുന്നു, അന്നത്തെ വിശേഷങ്ങൾ എന്തായിരുന്നു കുട്ടികളോട് ചോദിക്കണം. അങ്ങനെ ഡെയിലി ചോദിച്ചു കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയും, ഇന്ന് രാവിലെ ഇങ്ങനെയായിരുന്നു, ആ കുട്ടി അങ്ങനെ പറഞ്ഞു. അത് തന്നെ, ആ ഒരു ശീലം ഒന്ന് അങ്ങനെ ആ ശീലം വളർന്നു വരുമ്പോ വലുതായാലും അവരെന്തും നമ്മുടെ അടുത്ത് ഓപ്പൺ ആയി പറയും. നമ്മളിപ്പോ 2 ദിവസം പറഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ട് ചോദിക്കട്ടെ ആ ടീച്ചർ എന്ത് പറഞ്ഞു, ഈ കുട്ടി എന്നെടുക്കണ്. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറയും എന്റെ ഫ്രണ്ട്സ് അങ്ങനെ. ആ ഒരു ശീലം വളർത്തിയെടുക്കാൻ പറ്റും. അവർക്ക് മോറൽ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു കുട്ടികളെ എങ്ങനെയാ സ്റ്റോറി പഠിപ്പിക്കേണ്ടത്. ബുക്സ് നോക്കി വെറുതെ വായിച്ചു കൊടുത്താൽ മതിയോ സ്റ്റോറീസ്? ഭാവന അല്ലേ ഷെയർ ചെയ്തത്? വെറുതെ റീഡ് ചെയ്താൽ മതിയോ സ്റ്റോറീസ്? അതെ, ആക്ഷൻസിലൂടെ. പിന്നെ എങ്ങനെയൊക്കെയാണ് മോനിഷ? ആക്ഷൻ സോങ്ങിലൂടെ ഒക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. മോറൽ സ്റ്റോറീസ് വായിച്ചു കൊടുക്കാം. പക്ഷെ സ്റ്റോറി വായിക്കുന്നത് എങ്ങനെയായിരിക്കണം? നമ്മ ആക്ഷൻസിലൂടെ പറഞ്ഞ് സൗണ്ട് കൂട്ടി കുറച്ച് ആ ഒരു രീതിയിൽ സംസാരിച്ചു കൊടുക്കണം. കുട്ടികളെ പിടിച്ചിരുത്താൻ കഴിയണം അല്ലെ നമ്മുടെ സൗണ്ട്? അവരോടൊപ്പം അത് ചെയ്യാൻ പറ്റണം. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഡാൻസ് കളിക്കുക എന്ന് പറയുമ്പോഴും പാട്ട് പാടും പറയുമ്പോഴും അവരായിട്ടും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഓരോന്ന് ചെയ്യിക്കണം. അവരെ അതിൽ ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ ആക്കിയിട്ട് ചെയ്യിക്കാൻ പറ്റും. അതെ, നമ്മളിപ്പോ സ്റ്റോറി പറയുമ്പോ അപ്പു തൊപ്പു ബാലരമയിൽ ഉണ്ടായിരുന്ന ഒരു കഥയാണ് അല്ലെ? ഓർക്കുന്നുണ്ടോ? കളിക്കുടിക്കലോ ബാലരമയിലോ എന്നുള്ളത്. അപ്പു തൊപ്പു, ഒരു നല്ല കുട്ടിയും ഒരു ചീത്ത കുട്ടിയും. നമ്മളത് പറയാം, എന്റെ മോൻ തൊപ്പുവിനെ പോലെ ആവരുത്, അപ്പു നല്ല കുട്ടിയാണ്, അപ്പൊ അപ്പുവിനെയാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അപ്പും തൊപ്പും 2 ഫ്രണ്ട്സ് ആണ്. ഓക്കെ,
അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം കുട്ടികൾക്ക്. പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മള് പറയില്ല, ഇപ്പൊ കണ്ണടിച്ച് എന്റെ കയ്യിലിരിക്കണ ഫുഡ് ഇപ്പൊ ഒരു പൂച്ച കൊണ്ടുപോണ്, അപ്പൊ അവര് പൂച്ചയുടെ ശബ്ദത്തിൽ വന്ന് തിന്നുകൊണ്ടുപോണ്. അങ്ങനെയൊക്കെ ആക്ഷനിലൂടെ പിള്ളേർക്ക്. അതെ, വെരി ഗുഡ്. പിന്നെ മിസ്റ്റർ കീടാണു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഈ മിസ്റ്റർ കീടാണു എന്ന് പറഞ്ഞൊരു സംഭവം ഈ ബാലരമയിലൊക്കെ വരുന്ന ഒരു കഥ. അപ്പൊ ഈ കീടാണുക്കളൊക്കെ ശരീരത്തിൽ കയറി. കീടാണു നല്ല ശീലങ്ങൾ അതിലൂടെ പഠിക്കണം അല്ലേ? പിന്നെ കുട്ടികൾക്ക് പടം മാത്രം കാണിച്ചിട്ട് നമുക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യില്ലേ? അവർ ഓട്ടോമാറ്റിക്കലി അത് കണ്ടിട്ട് ആ പടം കണ്ടിട്ട് സ്റ്റോറി ഉണ്ടാക്കി പറയും. ഹലോ, മോനിഷ പറയൂ. പിന്നെ കുട്ടികൾക്ക് ഈ സൗണ്ടുകൾ കേൾപ്പിച്ചിട്ട് നമ്മളിപ്പോ ഓരോ പട്ടിയുടെ സൗണ്ട്, പൂച്ചയുടെ സൗണ്ട്, അങ്ങനെ സൗണ്ട് കേൾപ്പിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പിള്ളേര് ഇതാക്കാൻ നിൽക്കുക. പിന്നെ ടി വി തന്നെ അവര് കാണുമ്പോഴൊക്കെ അതേത് എന്താണെന്നാ ചോദിക്കുക. ടി വി കാണുമ്പോൾ അതെന്താണ് പൂച്ച, അങ്ങനെ ഓരോ ഐറ്റങ്ങൾ നമ്മൾ പിള്ളേരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കളിപ്പാട്ടങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഓരോ സൗണ്ടുകൾ, ഓരോ കീല് ഞെക്കുമ്പോ ഓരോ സൗണ്ടുകൾ വരുന്ന രീതിയിൽ. അതെ, വെരി ഗുഡ്. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? പിന്നെ ചില കുട്ടികളോട് സംസാരിക്കുമ്പോൾ പാരന്റ്സ് കുട്ടികളായോണ്ട് ഈ കൊഞ്ചല് പോലെ സംസാരിക്കും. ഇപ്പൊ നോർമൽ വേർഡ് അല്ലാണ്ട് വേറെ വേർഡ് യൂസ് ചെയ്യും. അത് കുറച്ച് ആ പിള്ളേര് അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് അത് പറയുമ്പോൾ. നമ്മൾ കുഞ്ഞു പിള്ളേരോടായോണ്ട് ആ രീതിയിൽ സംസാരിക്കും. പക്ഷെ വലുതാവുമ്പോൾ അവർ അത് തന്നെയായിരിക്കും പഠിച്ചു വെച്ചോണ്ടിരിക്കണേ. പിന്നെ നമ്മൾ മോണ്ടിസോറി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആക്ടിവിറ്റീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം എന്ത് പറയുമ്പോഴും. ഓക്കെ, പിക്ചർ കാണിച്ചിട്ട് അനിമൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന പോലെ അല്ലേ? പിക്ചർ കാണിക്കാം അല്ലേ? ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം കുട്ടികളോട്. ഓക്കെ. പിന്നെ ഈ പേപ്പർ കൊണ്ടും ലീഫ് കൊണ്ടൊക്കെ അവരെ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കാൻ നോക്കുക. ഇപ്പൊ പെൻസിൽ റബയുടെ അതിന്റെ അതുകൊണ്ടൊക്കെ പൂക്കൾ ഉണ്ടാക്കുക, പിന്നെ കടലാസ് കൊണ്ട് കപ്പൽ ഉണ്ടാക്കുക. അതൊക്കെ പിള്ളേരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക, ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കുക, ചിലപ്പോ ഒരു കുറെ പ്രാവശ്യം തെറ്റിക്കുക, എന്നാൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? ആ ഉണ്ടാക്കിയ ബോർഡ്സ് ഒന്ന് വെള്ളത്തിലൊന്ന് ഒഴുക്കാനൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും അല്ലേ? പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് എങ്കിലും മുക്കിയിട്ട് ഫ്ലവേഴ്സ് ആക്കുക, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അതെ. പിന്നെ മാം, പിന്നെ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ചെറിയൊരു ഗാർഡനിങ് പോലെയൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ചെറിയ ചെറിയ മരങ്ങൾ വെക്കുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ അതുപോലെ വെജിറ്റബിൾ പ്രിന്റിങ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആനിമൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതൊക്കെ വെച്ച് ഡൊമസ്റ്റിക് ഏതൊക്കെയാണെന്നൊക്കെ തിരിച്ചറിയാനും ഒക്കെ പഠിക്കും. വൈൽഡ് തിരിച്ചറിയാനൊക്കെ. പിന്നെ മാം, അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രിന്റിങ് ചെയ്യിപ്പിക്കാൻ പറ്റും കുട്ടികളെ കൊണ്ട്. പലതരത്തിലുള്ള വെജിറ്റബിൾസ് വെച്ച് ഈ തുണികൾക്കകത്ത് അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്നും അപ്പോൾ പല കളറിൽ അപ്പോൾ അവർ ആ കളർ അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്നൊക്കെ അവർ തിങ്ക് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെപ്പോഴും കുട്ടികളെ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. ഓക്കെ അല്ലേ? അതെ മാം. നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാറ് മിസ് ജിഷ മാം? അതെ മാം, അതെ. നെക്സ്റ്റ് ക്ലാസ്സിലാണോ അത്? ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്യാം മാം. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ മാം. നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്താലോ? നാളെ ആക്ഷൻ കാര്യം മറക്കരുത് ചെയ്യാത്തവര്. കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. ഓക്കെ അല്ലേ? ഓക്കെയാണ് മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം.
താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം.